വിദേശ നയം അതിന്റെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. അമേരിക്കയുമായുള്ള താരിഫ് തർക്കങ്ങൾ കൊടുമ്പിരി കൊള്ളുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും പുതിയ സഖ്യങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനുമായി വമ്പൻ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി മോദി 2 ദിവസത്തെ നിർണായക സന്ദർശനത്തിനായി ജപ്പാനിലേക്ക് പറന്നു. അമേരിക്കയുമായുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു വശത്ത് നിൽക്കെ മോദിയുടെ ഈ ജപ്പാൻ യാത്രയ്ക്ക് അതീവ പ്രാധാന്യമുണ്ട്. കേവലം ഒരു ഉഭയകക്ഷി കൂടിക്കാഴ്ച എന്നതിനെല്ലാം അപ്പുറം ഇത് ഇന്ത്യയുടെ തന്ത്രപരമായ മുന്നേറ്റങ്ങളുടെ ഒരു ഭാഗമാണ്. ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെ പ്രതിരോധിക്കാനും ആഗോള സാമ്പത്തിക ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പിക്കാനും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു വലിയ നീക്കമാണിത്. ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബയുമായി ചേർന്ന് മോദി 15ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഇത് ഇഷിബ പ്രധാനമന്ത്രിയായ ശേഷമുള്ള ആദ്യത്തെ കൂടിക്കാഴ്ചയുമാണ്. 7 വർഷത്തിനിടെ മോദി ജപ്പാനിലേക്ക് നടത്തുന്ന ആദ്യത്തെ സ്വതന്ത്ര സന്ദർശനവുമാണിത്. ഈ യാത്രയുടെ ഓരോ ഘട്ടവും വളരെ സൂക്ഷ്മമായി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഈ സന്ദർശനത്തെ ഇത്രയധികം പ്രാധാന്യമുള്ളതാക്കുന്നത് എന്താണ്? എന്തൊക്കെയാണ് പ്രധാന അജണ്ടകൾ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. ഈ സന്ദർശനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ക്വാഡ് ആണ്. ക്വാഡ് എന്നാൽ ശക്തിയുടെ പുതിയ സമവാക്യം. ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ, അമേരിക്ക എന്നീ 4 രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ക്വാഡ് അഥവാ ക്വാഡ്രിലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഈ കൂട്ടായ്മ ഇന്തോ പസഫിക് മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്നു. സമീപ വർഷങ്ങളിൽ ചൈനയുടെ സൈനികവും സാമ്പത്തികവുമായ സ്വാധീനം ഈ മേഖലയിൽ വർദ്ധിച്ചിട്ടുണ്ട്. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഈ മേഖലയിലെ രാജ്യങ്ങളെ കടക്കെണിയിലാക്കുകയും തങ്ങളുടെ പരിധിയിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്ന ആരോപണം ശക്തമാണ്. ഈ പശ്ചാത്തലത്തിൽ ക്വാഡ് കൂട്ടായ്മയ്ക്ക് അതിനിർണായകമായ പ്രാധാന്യമുണ്ട്. ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സൈനിക സ്വാധീനത്തെ നേരിടാൻ ക്വാഡ് രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ മേഖലയിലെ സമാധാനം, സ്ഥിരത, വികസനം എന്നിവ ഉറപ്പാക്കുക എന്നതാണ് ക്വാഡിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ആരോഗ്യരംഗം നിർണായകവും ഉയർന്നു വരുന്നതുമായ സാങ്കേതിക വിദ്യകൾ, അതുപോലെ തന്നെ പ്രതിരോധ ശേഷിയുള്ള വിതരണ ശൃംഖലകൾ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിലെ സഹകരണം ക്വാഡിന്റെ മുൻഗണനകളാണ്. മോദിയുടെ ജപ്പാൻ സന്ദർശന വേളയിൽ ഈ കൂട്ടായ്മയെക്കുറിച്ച് വിശദമായ ചർച്ചകൾ നടക്കുമെന്ന് വിദേശകാര്യ സെക്രട്ടറിയായ വിക്രം മിശ്രി സൂചിപ്പിച്ചിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യ, ചൈന, ജപ്പാൻ ഉൽപ്പന്നങ്ങൾക്ക് 50% ഇറക്കുമതി തീരുവ ചുമത്താനുള്ള തീരുമാനം ക്വാഡ് ഗ്രൂപ്പിനുള്ളിലെ ബന്ധങ്ങളെ വഷളാക്കിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ക്വാഡിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് അതിരുകളില്ലാത്ത പ്രാധാന്യവുമുണ്ട്. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ശക്തമായ നയതന്ത്ര ബന്ധങ്ങൾ ക്വാഡിന്റെ സുഗമമായ പ്രവർത്തനത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇനി പ്രതിരോധ സഹകരണം പരിശോധിക്കുമ്പോൾ ഭാവിയുടെ അടിത്തറ ക്വാഡ് ചർച്ചകൾക്കെല്ലാം പുറമെ ഇന്ത്യ, ജപ്പാൻ പ്രതിരോധ സഹകരണം കൂടുതൽ ആഴത്തിലുള്ളതാക്കാനും പ്രധാനമന്ത്രി മോദി ഊന്നൽ നൽകുന്നുണ്ട്. സമീപ വർഷങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ ബന്ധം ഗണ്യമായി വളർന്നിട്ടുണ്ട്. മെയ് മാസത്തിൽ നടന്ന പ്രതിരോധ മന്ത്രിമാരുടെ കൂടിക്കാഴ്ചയിൽ പ്രതിരോധ ഉപകരണങ്ങളും സാങ്കേതിക സഹകരണവും ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ അറ്റകുറ്റപ്പണി മേഖലയിൽ ജാപ്പനീസ് മാരിടൈം സെൽഫ് ഡിഫൻസ് ഫോഴ്സുമായി സഹകരിക്കാൻ സാധ്യതയുണ്ടെന്ന് വിക്രം മിശ്രി സൂചിപ്പിച്ചു. കൂടാതെ ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും അഥവാ DRDOയും ജപ്പാന്റെ ഏജൻസി ഫോർ ഡിഫൻസ് എക്വിപ്മെന്റ് ആൻഡ് ടെക്നോളജി അക്വിസിഷനും അഥവാ ATLAയും തമ്മിൽ വിവിധ വിഷയങ്ങളിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ സന്ദർശന വേളയിൽ 2008 സുരക്ഷാ സഹകരണ പ്രഖ്യാപനം എന്ന സുപ്രധാന രേഖ നവീകരിക്കാനും ഇരു രാജ്യങ്ങളും ആലോചിക്കുന്നുണ്ട്. ഇത് പ്രതിരോധ മേഖലയിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തും. ഇന്ത്യൻ നാവികസേനയിലെ കപ്പലുകൾക്കായി യൂണിക്കോൺ എന്ന പേരിൽ ഏകീകൃത സങ്കീർണ റേഡിയോ ആന്റിനയുടെ സഹ വികസനത്തിനായി ഇന്ത്യയും ജപ്പാനും നേരത്തെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതാണ്. യൂണിക്കോൺ മാസ്റ്റ് കപ്പലുകളുടെ സ്റ്റെൽത്ത് ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു നൂതന സാങ്കേതിക വിദ്യയാണ്. ഇത്തരം സാങ്കേതിക വിദ്യ കൈമാറ്റങ്ങൾ ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. പ്രതിരോധവും സുരക്ഷയും പോലെ തന്നെ പ്രധാനമായിട്ടുള്ള ഒന്നാണ് സാമ്പത്തിക സഹകരണം. പ്രധാനമന്ത്രി മോദിയുടെ ജപ്പാൻ സന്ദർശനം ഇന്ത്യയുടെ സാമ്പത്തിക ഭാവിക്കും നിർണായകമായ ഒന്നാണ്. ഈ സന്ദർശനത്തിനിടെ മോദി ടോക്കിയോയിലെ ഇലക്ട്രോൺ ഫാക്ടറിയും ബുള്ളറ്റ് ട്രെയിൻ കോച്ചുകൾ നിർമ്മിക്കുന്ന സെൻഡായിലെ ടൊഹോക്കു ഷിങ്കൻസൻ പ്ലാന്റും സന്ദർശിക്കും. ഇന്ത്യയുടെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയിൽ ടോക്കിയോയുടെ പങ്കാളിത്തത്തെക്കുറിച്ചും മോദിയും ഇഷിബയും ചർച്ച ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽ ഇടനാഴിക്കുള്ള
E10 ബുള്ളറ്റ് ട്രെയിനുകൾ വാങ്ങുന്നത് ഇതിലൊരു പ്രധാന ചർച്ചാ വിഷയമായിരിക്കും. മണിക്കൂറിൽ 320 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന ഈ ട്രെയിനുകൾക്ക് ഭൂകമ്പ സമയത്ത് പാളം തെറ്റുന്നത് തടയുന്നതിനുള്ള നൂതന സുരക്ഷാ സംവിധാനങ്ങൾ പോലും ഉണ്ട്. ഭാവിയിൽ ഡ്രൈവറില്ല ഓട്ടോമാറ്റിക് പ്രവർത്തനത്തിന് ആവശ്യമായ സജ്ജീകരണങ്ങളും ഇതിലുണ്ട്. മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽ പദ്ധതിക്ക് ആവശ്യമായ 1,08,000 കോടി രൂപയിൽ 81% ജപ്പാൻ ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഏജൻസി ധനസഹായം നൽകും. ഇത് ഇന്ത്യ ജപ്പാൻ സാമ്പത്തിക ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബിസിനസ് ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി അടുത്ത 10 വർഷത്തിനുള്ളിൽ 10 ട്രില്യൺ yen ഏകദേശം $68 ബില്യൺ നിക്ഷേപം നടത്തുമെന്ന് ജപ്പാൻ പ്രധാനമന്ത്രിയായ ഷിഗേരു ഇഷിബ പ്രഖ്യാപിക്കുമെന്ന് നിക്കി ഏഷ്യ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മൊബിലിറ്റി, മെഡിസിൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സെമി കണ്ടക്ടറുകൾ തുടങ്ങിയ 8 മേഖലകളിലാണ് ഈ നിക്ഷേപങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ നിക്ഷേപങ്ങൾ ജപ്പാനീസ് കമ്പനികൾക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കാനുള്ള അവസരം നൽകുന്നുണ്ട്. കൂടാതെ ഈ കമ്പനികൾ ഇന്ത്യൻ വിദഗ്ധ തൊഴിലാളികളെ നിയമിക്കും. ഇത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സഹായിക്കും. സാങ്കേതിക വിദ്യയിലും സ്റ്റാർട്ടപ്പുകളിലും സഹകരണം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള ഉയർന്നു വരുന്ന സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിനും സ്റ്റാർട്ടപ്പുകൾ തമ്മിലുള്ള സഹകരണം വളർത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഒരു AI സഹകരണ സംരംഭത്തിന് ടോക്കിയോയും ന്യൂഡൽഹിയും അഥവാ ജപ്പാനും ഇന്ത്യയും തമ്മിൽ തുടക്കമിടാൻ ഒരുങ്ങുന്നുണ്ട്. സെമി കണ്ടക്ടർ മേഖലയിലെ ജപ്പാന്റെ വൈദഗ്ധ്യത്തിൽ ഇന്ത്യക്ക് വലിയ താല്പര്യമുണ്ട്. മോദി ജപ്പാനിലെ പ്രമുഖ ചിപ്പ് നിർമ്മാണ ഉപകരണ നിർമ്മാതാക്കളായ ടോക്കിയോ ഇലക്ട്രോണും സന്ദർശിക്കും. ഇത് ഇന്ത്യയുടെ സെമി കണ്ടക്ടർ മിഷൻ പദ്ധതിക്ക് വലിയ ഊർജം നൽകും. കൂടാതെ ചിപ്പ് സാങ്കേതിക വിദ്യ മേഖലകളിൽ കൂടുതൽ ഇന്ത്യൻ വിദഗ്ധരെ ജപ്പാൻ സ്വീകരിക്കുമെന്ന് ഇഷിബ പ്രഖ്യാപിക്കും. പ്രത്യേക വൈദഗ്ധ്യമുള്ള 25,000 ഇന്ത്യക്കാർ ഇതിനകം തന്നെ ജോലി ചെയ്യാനോ പഠിക്കാനോ ആയി പരിശീലനത്തിനുമായി ജപ്പാനിൽ എത്തിയിട്ടുണ്ട്. ഈ നീക്കം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ അറിവും നൈപുണ്യവും കൈമാറുന്നതിനുള്ള പുതിയ വാതിലുകളും തുറക്കും. ജപ്പാൻ സന്ദർശനത്തിന് ശേഷം നമ്മുടെ പ്രധാനമന്ത്രി മോദി ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ അഥവാ SCO ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ചൈനയിലെ ടിയാൻജിനിലേക്കാണ് പോകുന്നത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തുകയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ കാണുകയും ചെയ്യും. അമേരിക്കയുമായുള്ള സാമ്പത്തിക തർക്കങ്ങൾ, ചൈനയുമായുള്ള അതിർത്തി പ്രശ്നങ്ങൾ, റഷ്യയുമായുള്ള പരമ്പരാഗത ബന്ധങ്ങൾ എന്നിവ നിലനിൽക്കെ മോദിയുടെ ഈ യാത്രകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ലോകരാഷ്ട്രീയം കൂടുതൽ സങ്കീർണമാകുമ്പോൾ ഇന്ത്യ എല്ലാ പ്രധാന ശക്തികളുമായും സന്തുലിതമായ ബന്ധം നിലനിർത്താൻ ശ്രമിക്കുന്നു. ജപ്പാനുമായി തന്ത്രപരമായി സഖ്യം ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ചൈനയുമായും റഷ്യയുമായും തുറന്ന ആശയവിനിമയങ്ങൾ നടത്താനുള്ള ഇന്ത്യയുടെ കഴിവാണ് ഇത് കാണിക്കുന്നത്. പ്രധാനമന്ത്രി മോദിയുടെ ജപ്പാൻ സന്ദർശനം കേവലം ഒരു ഉഭയകക്ഷി യാത്രയല്ല, മറിച്ച് അത് ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പിക്കാനുള്ള തന്ത്രപരമായ ഒരു നീക്കമാണ്. ക്വാഡിനെ ശക്തിപ്പെടുത്തുന്നതിലൂടെ ചൈനയുടെ സ്വാധീനത്തെ നേരിടുക, പ്രതിരോധ മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുക, സാമ്പത്തിക രംഗത്ത് വലിയ നിക്ഷേപങ്ങൾ ആകർഷിക്കുക, സാങ്കേതിക വിദ്യയിൽ പുതിയ പങ്കാളിത്തങ്ങൾ സ്ഥാപിക്കുക എന്നിവയെല്ലാം ഈ സന്ദർശനത്തിന്റെ ഭാഗമാണ്. ഇന്ത്യ ഒരു വൻ ശക്തിയായി മാറുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള നയതന്ത്രപരമായ നീക്കങ്ങൾ നമ്മുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കും. ഇന്ത്യയുടെ ഈ വൻ നീക്കത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയേണ്ടതുണ്ടോ? കമന്റ് ബോക്സിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.